പുറത്തിറങ്ങിയിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് ഗബ്രി ജാസ്മിനോട് പറയണം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൺ ചെയ്ത് പൊട്ടിക്കരയണം, ആദ്യം കുറേ നേരം ഒന്ന് കരയണം ഗബ്രി എന്ന്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വെച്ച് ആരും കാണാതെ 2 മണിക്കൂറൊക്കെ രാത്രി കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. പലരും എന്നോട് പറഞ്ഞു, ഇടാ നീ ഈ കാര്യം ഹാൻഡിൽ ചെയ്ത രീതിയൊക്കെ അടിപൊളിയായിരുന്നു, നീ നല്ല സ്ട്രോങ് ആണ്, അങ്ങനെ തന്നെ വേണം, അതാണ് ഇതാണെന്നൊക്കെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പല ആൾക്കാരും പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്, എൻ്റെ വിഷമം, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല ജാസ്മിൻ. ഞാൻ പുറത്തിങ്ങനെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും വളരെ ഉള്ളിൽ കുറേ സങ്കടങ്ങളുണ്ടെന്നൊക്കെ ഗബ്രി പറയാണ്. എനിക്കങ്ങനെ ക്ലോസ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം ഷെയർ ചെയ്യാനും എല്ലാം തുറന്നു പറയാനും പറ്റിയ അങ്ങനെ ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും വിട്ട് പറയാൻ പറ്റാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും വീട്ടിൽ ചെന്നിട്ടും വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സമാധാനം എന്നൊക്കെ പറയാണ്. ശരിക്കും എന്താ പറയുക, മനസ്സിൽ തൊട്ട് ഭയങ്കര റിയലായിട്ടാണ് ഗബ്രി സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ 2 പേർക്കും ഒരിക്കലും ഇനി പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്നേഹമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാം കലങ്ങിത്തെളിയും, ഇവർ 2 പേരും വിവാഹം കഴിക്കുമെന്നൊക്കെയാണ് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും ദിവസം വേറെ ആരെയും കാണാതെ, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഈ ഹൗസിൽ നിന്നതുകൊണ്ടാകാം ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു അട്രാക്ഷൻ തോന്നിയതെന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ ഇപ്പോൾ ഗബ്രി പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമായിരുന്നു ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ ഒരു സമാധാനം. വേറെ എനിക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ വേറെ എവിടെയെങ്കിലും പോകാനോ എനിക്ക് ഒന്നിനും മൂടില്ലായിരുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തയെന്നാണ് ഗബ്രി പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും അങ്ങനെയാണെങ്കിൽ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിൻ എന്താണെങ്കിലും ഗബ്രിയേക്കാൾ ഒരു 100 ഇരട്ടി ഇഷ്ടം ഗബ്രിയോടുണ്ട്. പുറത്തിറങ്ങിയിട്ട് 2 പേരും അവരുടേതായ തീരുമാനങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ തീരുമാനിച്ചിട്ട് എന്ത് ഡിസിഷനാണ് എടുക്കുന്നതെന്ന് നമുക്ക് എന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടറിയാം. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം തീരുമാനിക്കാനും നടപ്പിലാക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കാം.